ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഭാരതത്തിൻ്റെ അപ്പസ്തോലനും വിശ്വാസികളുടെ പിതാവുമായ മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖ്രാന തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണല്ലോ. ഏവർക്കും ദുഃഖ്രാന തിരുനാളിൻ്റെ ആശംസകൾ ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവ്വം നേരുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന സ്നേഹത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, ആരാധനയുടെ സുന്ദരമായ പ്രാർത്ഥനാ ശകലം നമ്മുടെ ഹൃദയങ്ങളിൽ അലയടിക്കേണ്ട അനുഗ്രഹീതമായ ദിനം. ഓരോ വിശ്വാസിയെ സംബന്ധിച്ചും വിശ്വാസ നവീകരണ ദിനം. വലിയ തിരിച്ചറിവുകൾ നൽകുന്ന ഓർമ്മ തിരുനാളാണ് ദുഃഖ്രാന. വഴിയും സത്യവും ജീവനും ചേർന്ന ത്രിവേണി സംഗമം യേശുവാണെന്ന് നമ്മെ പഠിപ്പിച്ച നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖ്രാന തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. 10 ശിഷ്യന്മാർ പറയുന്നത് അവർ കർത്താവിനെ കണ്ടുവെന്നാണ്. തോമാസ് ശ്ലീഹ പറയുന്നത് ഞാൻ കാണാതെ വിശ്വസിക്കില്ലെന്ന്. എന്നാൽ അവസാനം യേശു ഊന്നൽ കൊടുക്കുന്നത് വിശ്വാസത്തിനാണ്. കാണുകയോ കാണാതിരിക്കുകയോ അല്ല പ്രധാനം, യേശുവിൽ വിശ്വാസം അർപ്പിക്കുകയാണ് പ്രധാനപ്പെട്ടത്. ആത്മീയ അനുഭവമാകുന്ന കാഴ്ചയുടെ അവസരങ്ങൾ നമുക്ക് ഉണ്ടാകാം. ആത്മീയ വരൾച്ചയിൽ കർത്താവിനെ കാണാനില്ലാത്ത അവസരങ്ങളും ജീവിതത്തിൽ നമുക്കും ഉണ്ടാകാം. 2 അവസരങ്ങളിലും പ്രധാനപ്പെട്ടത് കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക എന്ന കാര്യമാണ്. അവൻ നിന്റെ കൂടെയുണ്ടെന്ന അനുഭവം കിട്ടുമ്പോഴും അവനെ കാണാതെ വരുമ്പോഴും നീ ഒരിക്കലും മറക്കരുത്, അവൻ നിന്റെ കൂടെ തന്നെയുണ്ട് എന്ന സത്യം. യേശു കൂടെ ഇല്ലാത്തപ്പോഴാണ് തോമസ് ആണിപ്പഴുതിൻ്റെയും വിലാവിൻ്റെയും കാര്യം പറയുന്നത്. 8 ദിവസങ്ങൾക്ക് ശേഷം യേശു അവരുടെ അടുത്ത് വരുമ്പോൾ തോമസ് പറഞ്ഞ അതേ വാക്കുകൾ യേശു ആവർത്തിക്കുന്നു. അവിടെ ഇല്ലാതിരുന്നിട്ടും യേശു തോമസിന്റെ വാക്കുകൾ കേട്ടുവെന്ന് സാരം. അതാണ് സത്യം. യേശു എല്ലാം കാണുകയും എല്ലാം കേൾക്കുകയും ചെയ്യുന്നു. നിന്റെ വാക്കുകൾ മാത്രമല്ല, നിന്റെ ഹൃദയവിചാരങ്ങൾ പോലും അത്രയ്ക്കും രൂഢമൂലമാണ് നിന്റെ കൂടെയും അവൻ്റെ നിന്നിലുള്ളതുമായ സാന്നിധ്യം. സ്നേഹമുള്ളവരെ, ഈ ദുഃഖ്രാന തിരുനാളിൽ നമുക്കും ഏറ്റുപറയാം, മാർ വാലാഹ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അവിശ്വാസിയാകാതെ വിശ്വാസിയാകാം. ഈ ദുഃഖ്രാന തിരുനാളിൽ വിശ്വാസത്തിൻ്റെ ഫലങ്ങളായ സ്നേഹവും സമാധാനവും സന്തോഷവും പ്രത്യാശയും നന്മയും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി നമുക്ക് വിശ്വാസത്താൽ നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കാം. ഒരിക്കൽ കൂടി ഏവർക്കും ദുഃഖ്രാന തിരുനാളിൻ്റെ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവം നേരുന്നു. നല്ല ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.